രണ്ട് സ്വർഗമുണ്ടടാ മോനെ. ആർക്കെന്നറിയോ? നിനക്ക് ഞാനൊരു സിനിമാ കഥയല്ലടാ, ഒരു ചരിത്രം പറഞ്ഞു തരാ. ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന ഒരു തിരക്കഥയല്ല. കാസർഗോഡിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ സൗന്ദര്യം കൂടുതലാണെന്ന് പറയുന്നവര്, എടാ പൊന്നുമോനെ, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? അവനിങ്ങനെ മുടി നല്ല മോഡലിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ല, കാണാ സൗന്ദര്യമുള്ളത് കൊണ്ടല്ല, ഒരുപാട് പണമുള്ളത് കൊണ്ടല്ല. എടാ, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകും എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയുടെ പരിസരത്തൊരു പെണ്ണുണ്ടായിരുന്നു. അവൾക്ക് ഇവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തൊക്കെ നോക്കിയിട്ടും വളയ്ക്കാൻ പറ്റുന്നില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരനെ എന്തൊക്കെ നോക്കിയിട്ടും പതാ വളയ്ക്കാൻ നോക്കുന്നില്ല. അവസാനം ആ പെണ്ണ് തീരുമാനിച്ചു, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇടവഴിയിലൂടെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് പെണ്ണിങ്ങനെ ഒളിച്ചു നിൽക്കുകയാ. ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയില് ഈ പെണ്ണിങ്ങനെ പതുങ്ങി നിന്നു. ഈ ചെറുപ്പക്കാരൻ അടുത്ത് വന്നപ്പോ ഓടിച്ചെന്ന് തന്റെ മാറിടത്തിലേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവന്റെ ചെവിയിൽ പറഞ്ഞ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടവാടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നീ കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ, എനിക്കൊരു ചുംബനം തരുവോ? കെട്ടിപ്പിടിച്ചിട്ട് ആരും കാണാത്ത ഇടവഴിയിൽ കിടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവിടത്തെ കൈകാലുകൾ വിറയ്ക്കുകയാ, അവിടത്തെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. അല്ലാഹുവേ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ബോധം കെട്ട് താഴെ വീണടാ, പേടിച്ചിട്ട് താഴെ വീടൂ. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം വഴിയാത്രക്കാർ ഈ ചെറുപ്പക്കാരനെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അവസാനം ബോധം വന്നപ്പോ പ്രായം ചെന്ന വാപ്പ ചോദിക്കുന്നു, എന്തു പറ്റി മോരെ? വാപ്പാ, ഖസറത് ദുനിയാ വല്ലാഖിറ, സർവ്വതും പോയി വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് കിടന്ന് കരയുകയാ, കടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോൻ തെറ്റ് ചെയ്യുന്നും ചെയ്തില്ലല്ലോ, ആ പെണ്ണല്ലേ മോനെ കേറി പിടിച്ചത്, മോൻ തിരിച്ചൊന്നും ചെയ്തില്ലല്ലോ, മോൻ അല്ലാഹുവിനെ പേടിച്ചവനല്ലോ. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന്റെ നിലവിളി തീരുന്നില്ല. മോനെ, നീ തെറ്റുകാരനല്ല, ചെയ്തതാ പെണ്ണാട് എന്ന് പറഞ്ഞ് വാപ്പ സമാധാനിപ്പിക്കുകയോ. പക്ഷേ ചെറുപ്പക്കാരന്റെ നിലവിളി തീരുന്നില്ല. ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കാരാ? ഇതുപോലെ കടന്ന് കരയുകയാ. അവസാനം ആ ചെറുപ്പക്കാരനോട് വാപ്പ പറഞ്ഞു, ഞാൻ ഉമർ തങ്ങളോട് പോയി ചോദിക്കാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പോയി ചോദിക്കു വാപ്പാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വാപ്പ ചെന്നിട്ട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ലല്ലോ. വാപ്പായിക്ക് സമാധാനമായി. തന്റെ പൊന്നുമകനോട് ഇത് പറയുന്നതിന് വേണ്ടി വീട്ടിൽ വന്നപ്പോ ഒരു ഉപ്പ കാണുന്ന കാഴ്ച എന്തെന്നറിയോ?
നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന മകന്റെ മയ്യിത്താ. എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഒരു പെണ്ണ് തന്റെ ശരീരത്തെ ഇങ്ങോട്ട് കയറി പിടിച്ചതാണ്, അങ്ങോട്ട് കയറി പിടിച്ചില്ല. പിടിച്ച ഉടനെ അള്ളാനെ ഭയന്നിട്ട് താഴെ വീണവനാണ്. ഈ ചെറുപ്പക്കാരനാണ് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്തിട്ട് അവിടെ നിന്ന് നെഞ്ചു പൊട്ടിയിട്ടും മരിച്ചു കിടക്കുന്നത്. അവസാനം പൊന്നുമോനെ ഈ ചെറുപ്പക്കാരന്റെ ജനാസ കുളിപ്പിച്ചു, പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കരിച്ചു. 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് അവന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിക്കൊടുത്തു, മോനെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. 2 സ്വർഗമുണ്ടടാ, ഒരെണ്ണമല്ലടാ. കഞ്ചാവടിക്കാ സമയം കിട്ടുമ്പോ, സെക്സ് വീഡിയോ കാണാ സമയം കിട്ടുമ്പോ, വ്യഭിചരിക്കാ സമയം കിട്ടുമ്പോ, നഗ്നചിത്രം കാണാ സമയം കിട്ടുമ്പോ, കാമുകിയുടെ കൂടെ സല്ലപിക്കാ സമയം കിട്ടുമ്പോ, ഇന്നീ അല്ലാഹനെ പേടിയാണെന്ന് പറഞ്ഞാൽ, അല്ലാഹനെ പേടിയാന്ന് പറഞ്ഞാ നിനക്ക് അല്ലാഹു 2 സ്വർഗം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ പേടിക്കണം. അല്ലാഹ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാ മതി. നമുക്കൊക്കെ ചരിത്രം അറിയാം. ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖയുടെയും ചരിത്രം. ബക്കറ്റ് എടുക്കാൻ സമയമായി കേട്ടോ, പേപ്പർ വന്ന്. ഓൻ ഇത്രയും പേര് ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല എന്ന് തോന്നുന്നു. ഇത്തിരി കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾ എന്നെക്കാളും വയസ്സുള്ള ചുമ്മാ തമാശ പറഞ്ഞ് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാറായോ? നിങ്ങൾ എന്തപ്പോ എന്നെ നോക്കണേ? നിങ്ങൾ എടുക്കണ കാര്യമല്ല പറഞ്ഞ, ബക്കറ്റ് എടുക്കണ കാര്യം പറഞ്ഞ. അവിടെ ഇരിക്ക്. എടാ, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ നടന്നു പോകുമ്പോ സുലൈഖായിക്ക് കണ്ടിട്ട് സഹിച്ചില്ല യൂസുഫ് നബിയെ. ഇത്ര ഗ്ലാമർ ആട്ടാ, നീ വിചാരിക്കുന്ന നിനക്കാ ഗ്ലാമർ എന്ന്. ആരാ പറഞ്ഞ്? നമ്മൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുലൈഖായിക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വല്ലാത്ത ഇഷ്ടമായി. ഖുർആൻ പറയുന്നുണ്ട്, ഒരിക്കൽ വിളിച്ച് മണിയറയ്ക്കകത്ത് കയറ്റിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ കയറി പിടിച്ചു. യൂസുഫെ, അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. സത്യത്തിൽ അത് പ്രഭാഷകന്മാര് പറയരുതെന്നാ പറയണത് മജ്‌ലിസുകളിൽ. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, യൂസുഫെ, എനിക്ക് നിന്നെ ജീവനാ, നിനക്ക് എന്നെ ഇഷ്ടവാ, പ്രാന്താടാ യൂസുഫെ നിന്നോട്, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ. യൂസുഫ് പറഞ്ഞ മറുപടി, യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞു, ഖല മഅദല്ലാഹ്, എനിക്ക് അള്ളാനെ പേടിയാ. സുലൈഖയോട് പറഞ്ഞു, എനിക്ക് അള്ളാനെ പേടിയാണെന്ന്. നമുക്ക് ചരിത്രം അറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവസാനം സുലൈഖ അവിടെ നിന്ന് ജയിലിലടച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സുലൈഖ അവിടെ നിന്ന് ചരിത്രങ്ങൾ അറിയാം. യൂസുഫ് നബി ജയിലിലായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും സംഭവിച്ചു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ യൂസുഫ് നബിയുമായിട്ട് അത്ര നല്ല കൂടുതൽ അടുക്കുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതുപോലെ സുലൈഖ കൂടുതലായിട്ട് യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു എന്നെ ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ചവളല്ലേ നീ? അള്ളാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ, എന്നോട് യാചിച്ചവളാ. എന്റെ അള്ളാഹ് ഹലാലാക്കി തന്നപ്പോ നീ ഒന്നും ചെയ്യാത്തേന്ന്? അള്ളാഹു ഇന്ന് ഹലാലാക്കി തന്നു, നീ എന്റെ ഭാര്യ, എന്നിട്ട് നീ എന്താ എന്നോട് സഹകരിക്കാത്തത്? ആ സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, യൂസുഫെ, നിന്നെ ഞാൻ കേറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അന്ന് എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹം നിന്നോടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേറി പിടിച്ചേ. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടല്ല, അള്ളാഹുവിനോടാ. അതുകൊണ്ടാ പറ്റാത്തെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, പഠിക്കേണ്ടത് അവിടെയാ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ട് കയറി പിടിച്ചപ്പോ കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, അതുകൊണ്ടാ കയറി പിടിച്ചേ. പക്ഷെ ഇന്നോ എനിക്ക് നിന്നെ പിടിക്കാൻ തോന്നാത്തത്, നിന്നെക്കാളും എനിക്കിഷ്ടം അള്ളാനെയാടാ.
യൂസുഫ് നബിയോട് പറയുന്നു, എനിക്ക് നിങ്ങളെക്കാളും ഇഷ്ടം അള്ളാനെ, അതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ള കയറി കഴിഞ്ഞാൽ അങ്ങനെ, അള്ള കേറിയ പിന്നെ പേടിയ നമുക്ക് പലതും ചെയ്യാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ അടിമകളുടെ ഒന്നാമത്തെ ഗുണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് പേടിയ. അള്ളാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, അവർക്ക് രോഗമാകട്ടെ, കടങ്ങളാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, മരണങ്ങളാകട്ടെ, ബാധിതകളാകട്ടെ, എന്തെങ്കിലും ഒരു പ്രയാസം കടന്നു വന്നാ അവര് ക്ഷമിക്കുന്നവരാ, കുറ്റം പറയുന്നവരല്ല, കുറ്റം പറയുന്നവരല്ല. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവർക്ക് അള്ള രോഗം കൊടുത്താൽ അവര് പരാതി പറയില്ല, അവർക്ക് സാമ്പത്തിക നഷ്ടം വന്നാ പരാതിയില്ല, അവരുടെ മക്കള് മരിച്ചാ പരാതിയില്ല, അവർക്ക് എന്തെങ്കിലും വേദനകളോ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ കടന്നു വന്നാ അവരല്ലാനെ കുറ്റപ്പെടുത്തൂല, അവര് ക്ഷമിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം, ക്യാൻസർ രോഗം വന്നപ്പോ പറയുക, ഞാൻ നിസ്കരിക്കും, വയലിന് പോകും, തഹജ്ജുദ് നിസ്കരിക്കും, സദഖ കൊടുക്കും, എന്നിട്ട് ഇത് വന്നല്ലോ ആമീന എന്ന് പറഞ്ഞ അള്ള കാണിച്ചത് ശരിയായില്ലല്ലോ. എടാ, എല്ലാവർക്കും വീട് കൊടുത്ത് അള്ള എനിക്ക് തന്നില്ലല്ലോ വീട്. പടച്ചവനെ, 10 കൊല്ലമായി പെണ്ണ് കെട്ടിയിട്ട് ഇതുവരെ മക്കളെ കിട്ടിയില്ല. ഓ, നിരാശ. സൂക്ഷിക്കണം, അള്ളാഹു കാക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതി, നീ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കുന്നില്ല. നീ നിലവിളിച്ചാലും കുറ്റം പറഞ്ഞാലും കിട്ടാനുള്ള പ്രതിഫലം പോകും. എടാ, വരാനുള്ളത് വഴി തങ്ങൂ, അത് വരിക തന്നെ ചെയ്യും. വരാനുള്ളത് വരിക തന്നെ ചെയ്യും. നീ നിലവിളിച്ചാലും കരഞ്ഞാലും, നീ നിലവിളിക്കാതിരുന്നാ അതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സന്തോഷം ഒരു കുഴപ്പമില്ല, നല്ല അല്ല. സന്തോഷം വരുമ്പോ അല്ല, ദുഃഖം വരുമ്പോ പടച്ചോനെ എനിക്കിത് വന്നല്ലോ, എന്നാലും അബൂബക്കർ നിനക്കിത് വന്നല്ലോടാ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ. ഓന് വീടുണ്ട്, എനിക്ക് വീടില്ല. മക്കളില്ലെങ്കിൽ പ്രയാസം, നിരാശ ജീവിതത്തിൽ പാടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പൊന്നാരി ചങ്ങാതിമാരെ, നമ്മളൊക്കെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഞാന് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഞാൻ എത്ര വയസ്സ് വരെ ജീവിക്കും? ഞാൻ തിന്നുന്ന, ഇന്ന് ഒരു വീട്ടിൽ പോയി, അവിടെ ആണെങ്കിൽ ഉറട്ടി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഏതോ ഒരെണ്ണേ കഴിച്ചുള്ളൂ, കാരണം എൻ്റെ പേര് അതിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു ഒന്നും കഴിച്ചില്ല. എൻ്റെ പേരുള്ളതല്ലേ ഞാൻ കഴിക്കാൻ പറ്റൂ. പത്തനാപുരത്ത് കിടക്കണ ഷാവുൽ ഹമീദിന്റെ മോൻ ഇന്ന് ഇവിടെ വന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വഴുതിന് വന്നതല്ല, എൻ്റെ പേരെഴുതിയത് തിന്നാൻ വന്നതാ. എടാ, എന്റെ ഭാര്യ ആരാ? എനിക്കെത്ര മക്കളുണ്ടാകും? ഞാൻ എവിടെ കിടന്ന എത്രാമത്തെ വയസ്സിൽ എങ്ങനെയാ മരിക്കണമെന്ന് അള്ള എഴുതി വെച്ചിരിക്കുക. ഇത് തട്ടി മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? പറ ചങ്ങാതിമാരെ, പറ്റുമോ? ഈമാൻകാരി എത്ര ഉണ്ട്? അതിനും സംശയം. ഈമാൻകാരി എത്ര ഉണ്ട്? ഒന്നാമത്തെ എന്താ? അല്ലാഹു അഅലം. ഒന്ന് പറ ചങ്ങാതിമാരെ, അള്ളാഹുവിനെ കൊണ്ട്. 2, ഉസ്താദ് ചൂരിലെടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങും. പറ. 1, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ. 2,
പേടിക്കണ്ട, അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. 3, അള്ളാഹുവിന്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കൽ, അള്ളാന്റെ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കൽ, ഖിയാമത്ത് നാൾ അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കൽ. 6-മത്തത് എന്താ? ഈമാൻ കാര്യം 6 വിശ്വസിച്ചാലല്ലേ മുസ്ലിം ആകൂ. അള്ളാനെ വിശ്വാസമാണ്, അള്ളാന്റെ മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6-മത്തതിൽ വിശ്വാസമില്ല. 6-മത്തെ എന്താ? വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാന്റെ ഭാഗത്ത് നിന്നാ വരുന്നത് എന്ന് വിശ്വസിച്ചാലേ നീ മുസ്ലിം ആകും. ആ വിശ്വാസം നമുക്കില്ല. അതെന്തോ നമ്മുടെ അങ്ങനെ ആയതുകൊണ്ട് ആരോ കൂടോത്രം ചെയ്തിട്ട് വന്നതാ, ആരോ മുട്ട കുഴിച്ചിട്ടിട്ട് വന്നതാ. നമ്മുടെതാ എത്ര മുട്ടയാ കുഴിച്ചിടാ ഇടയില്ല. അതും അള്ളാഹുടെ തീരുമാനമല്ലേ. എന്റെ അയൽവാസി എന്തോ ചെയ്തിട്ടാ, സിഹർ ചെയ്തിട്ടാ ഞാൻ ഇങ്ങനെ ആയത്, അതും അള്ളാഹുടെ തീരുമാനം. നീ എന്തിനാ പേടിക്കണേ? നിനക്കാരെങ്കിലും സിഹർ ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിനക്കല്ല സ്വർഗം തരുമല്ലോ, ചെയ്തവരുടെ കാര്യത്തിൽ തീരുമാനമാകുമല്ലോ. നീ എന്തിനാ ഭയപ്പെടുന്നേ? അതുകൊണ്ടല്ലേ അള്ളാഹു അത് വൻഭാവത്തിൽ എണ്ണിയത്. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിച്ച സ്വർഗം കിട്ടും, ക്ഷമിച്ചില്ല കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന കിട്ടാനുള്ളതും പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് അല്ല ചോദിക്കുന്നുണ്ട്, ഇട നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നീ വിചാരിച്ചോ സ്വർഗത്തിൽ വെറുതെ പോറവെന്ന്? സ്വർഗവും എന്ന് പറയത്തില്ലേ, ആ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതി? അല്ല ചോദിക്ക, ഇല്ലടേ എങ്ങാതി, നിനക്ക് വെറുതെ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. പോകണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. അല്ല പറഞ്ഞു ഞാൻ പരീക്ഷിക്കും. അല്ല പറയുന്നുണ്ട്, ഇങ്ങനെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ അല്ലാ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ല പറഞ്ഞു, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. സത്യമല്ലേ? എന്താ നമ്മളിപ്പോ ഭയപ്പെട്ടുകൊണ്ടിരിക്കല്ലേ? ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ട്, മുസ്ലിമീങ്ങൾ ഒറ്റ. ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ചു. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് വരാൻ പോകുന്നു, ലവ് ജിഹാദ് വന്നു, പിന്നെന്താ ഹലാലി ജിഹാദ് വന്നു, ഇപ്പൊ കഞ്ചാവ് ജിഹാദ് വന്നു, കൊറോണ ജിഹാദ് വന്നു, ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ പോകുന്നു. ഇതൊക്കെ ഒന്നുമല്ല. എടാ, 4 ഭാഗത്ത് നിന്ന് ശത്രുക്കൾ നിന്നെ പേടിപ്പിക്കും. അപ്പൊ നീ പറയണം, ഞാൻ മുസ്ലിമാ, ഇങ്ങനെ തന്നെ നിൽക്കണം, എങ്കിലും സ്വർഗത്തിൽ പോകൂ. അല്ലാതെ ഓടണം നിനക്കെന്ത് സ്വർഗം, ഓടണം നിനക്കെന്ത് സ്വർഗം? അല്ല പറഞ്ഞു, എടാ ഞാൻ നിന്റെ കച്ചവടം മുഴുവനും തകർക്കും നിന്നെ പരീക്ഷിക്കാൻ. നിനക്ക് ഞാൻ മാരക രോഗം തരും നിന്നെ പരീക്ഷിക്കാൻ. നിന്റെ മക്കളെ ഞാൻ മരിപ്പിക്കും. എന്തിന്? നിന്നെ പരീക്ഷിക്കാൻ. ക്ഷമിച്ചാ സ്വർഗം കിട്ടും. ഇത് അല്ല പറഞ്ഞതല്ലേ. എടാ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പായുമ്മായും വാപ്പ മരിച്ച ആളല്ലേ മഹാനായ നബിയിന റസൂലുള്ളാഹി. ഉമ്മാനെ കണ്ട് കൊതിരിയിരുന്നതിന് മുമ്പ് ഉമ്മ പോയില്ലേ? നമ്മൾ വിചാരിക്കുന്ന നമ്മളാ ലോകത്ത്. എടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആരാന്നറിയാവോ? മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ പറയണത് അള്ളാഹിക്ക് എന്തോ എന്നോട് ദേഷ്യം ഉള്ളത് കൊണ്ട് അല്ല ഇങ്ങനെ കാണിക്കണേ. അള്ളാഹിക്ക് എന്തോ എന്നോട് വല്ലാത്ത ദേഷ്യം. എടാ ചങ്ങാതി, ദേഷ്യം കൊണ്ടല്ലടാ, സ്നേഹം കൊണ്ടാ നിന്നോട് ഇങ്ങനെ ചെയ്യണേ. അള്ളാഹുവിന് സ്നേഹം കൂടി അല്ല എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കും, എന്നിട്ട് സ്വർഗം തരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുക. അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, അതല്ലേ പറഞ്ഞേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് ക്യാൻസർ വന്ന, അവർക്ക് എന്തെങ്കിലും മാരക രോഗം വന്ന, കൈകാലം മുറിച്ചു മാറ്റിയ, മരണങ്ങൾ സംഭവിച്ച, അള്ളാഹുടെ തീരുമാനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനും അങ്ങോട്ട് തന്നെയല്ലേ പോണ്ടേ, അള്ളാഹുവിലേക്ക് തന്നെയല്ലേ മടങ്ങിപ്പോകണ്ടേ? ക്ഷമിക്ക്. ഒന്നും അനുഭവിക്കണില്ല സഹോദര, നമുക്കറിയോ. അതുകൊണ്ടാണ് രോഗമുള്ളവർ, രോഗം പിടിച്ച് രോഗത്തെക്കുറിച്ച് പരാതി പറയുന്നവർ, അവർ അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രം വായിക്കണമെന്നാണ്. അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. രോഗികളായിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാര് മുഴുവനും അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവെ 11 മണി കഴിഞ്ഞു. അപ്പം സുബ്ഹാനല്ലാഹ്, 11:15, 15 മിനിറ്റ് കൂടുതലായി. അള്ളാഹ്, ഇത്തിരി നേരം കൂടി ഇരിക്കോ? ഞാൻ ഒന്നും പറഞ്ഞില്ലപ്പാ, നീ കിടക്കുന്ന 2 കാര്യം കൂടെ പറഞ്ഞിട്ട് പിരിയ. ഇരിക്കോ? ഇരിക്കോ? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കോ. ബക്കറ്റ് എടുക്കടാ ചങ്ങാതി, ബക്കറ്റ് എടുക്ക. ഇനി ബക്കറ്റ് എടുത്തോ, പോക്കറ്റി കൈയിട്, പോക്കറ്റി കൈയിട്. ഓസിന് തരണ്ട, ആരും ഓസിന് കൊടുക്കണ്ട. എന്തേ പ്രതിഫലം എന്നറിയോ? അസ്സദഖത്തു റദ്ദുൽ ബലായ.
ഞാൻ മംഗലാപുരത്ത് വഴുതിന് പോയപ്പോൾ 5 or 6 വയസ്സുള്ള ഒരു മകനുമായിട്ടൊരു വാപ്പ വന്നു. ഉസ്താദേ, ഒരു മാസം 20,000 രൂപയുടെ മരുന്ന് വേണം ഇവന്. ഒരു ചെറിയ കുട്ടി, 20,000 രൂപയുടെ മരുന്ന് വേണം ആ കുട്ടിക്ക്. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി, അള്ളാഹുവെ പടച്ചവനെ ഒരു പൊന്നുമോൻ നീ ശിഫ കൊടുക്കണേ അല്ലാ, നടക്കാൻ കഴിയാത്ത ഒരു പൊന്നുമകൻ. സഹോദര, അസ്സദഖത്തു റദ്ദുൽ ബലായ, നീ പറയുന്നു മരുന്നില്ലെന്ന്. രോഗങ്ങൾക്ക് മരുന്നുണ്ട്, സദഖയാ മരുന്ന്. സദഖ കൊണ്ട് ചികിത്സിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ പാവങ്ങളെ സഹായിക്കാനാണ്, യതീമീങ്ങളെ സഹായിക്കാനാണ്. മഹാനായ ശിഹാബ് തങ്ങളുടെ പേര് നാമധേയത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ സദഖകളുണ്ടല്ലോ, അത് ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. ആരാരും സഹായിക്കാനില്ലാതെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വീടിനകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കൾക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു താങ്ങാണ്. സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർക്കൊരു സഹായമാണ്. അതുകൊണ്ട് ഒരാളും മറന്നു പോകരുത്. അസ്സദഖത്തു റദ്ദുൽ ബലായ, ക്യാൻസറിനെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് മറന്നു പോകരുത്. ഏത് വിപത്തിനെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. ചെറുപ്പക്കാരാ, നിങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ പൊന്നുമോള്. അത് തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് കഴിയുമെങ്കിലൂ 10 ലക്ഷമല്ല നിന്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചാലും മാറാത്ത രോഗം നിനക്കൊരു ചെറിയ സദഖ കൊണ്ട് തട്ടിമാറ്റാൻ കഴിയുമെങ്കിലൂ അതല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ബക്കറ്റുമായി കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, സ്പീഡ് കൂടല്ലേടാ പൊന്നുമോനെ. കാരണം നിനക്ക് വീട് കെട്ടാനല്ലോ, നിന്റെ പെങ്ങന്മാരെ കെട്ടിക്കാറല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ടൂറ് പോകാറല്ല, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാ. അതുകൊണ്ട് സമാധാനത്തോടുകൂടി നീ പിരിവ് നടത്തൂ. അല്ലാ, ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാ ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ ഒരു ഗുണമവനുണ്ടാകുമെന്ന് ഖുർആൻ പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അവനുണ്ടാകുന്ന മൂന്നാമത്തെ ഗുണമെന്താ? നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവരുടെ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുവോ? അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമില്ല. അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്. അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്. അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് 3 വശങ്ങളുണ്ട്. നിസ്കാരമുള്ളവരാണെന്ന് പറഞ്ഞ അതിന് 3 വശങ്ങളാണുള്ളത്. ഇന്ന സ്വലാത്ത കാനതു അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ എങ്ങനെ നിസ്കരിക്കുന്നവരെന്നറിയുമോ? നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരാണ്. ഈ മറക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ നിസ്കരിക്കുന്നവരാ. പക്ഷേ നിസ്കരിക്കുന്നത് എപ്പോഴെന്നറിയോ? നമുക്ക് തോന്നുമ്പോഴാ, നമുക്ക് സമയം കിട്ടുമ്പോഴാ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ.
എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ദുഹർ 4 മണിക്ക് നിസ്കരിക്കാനാണെങ്കിലും ദുഹർ നിന്റെ അടുക്കളപ്പണി മുഴുവനും തീർന്നിട്ട് 3:30 വന്ന് നിസ്കരിക്കാനുള്ളതാണെങ്കിലും പിന്നെ എന്തിനാടി പെണ്ണെ 12:30 ബാങ്ക് വിളിക്കുന്നത്? എന്തിനാ സഹോദരാ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ? അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായ സമയത്ത് നമസ്കരിക്കൂ, കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കൂ. ആ കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലൂ ഇന്നലെ ഞാൻ പഠിച്ചവനെ അതാ 2 ദിവസം മുമ്പ് മംഗലാപുരത്ത് വഅദിന് പോയി. ആ വഅദിന് പോയ പള്ളിയിലെ ഖതീബ് മരണപ്പെട്ടത് എങ്ങനെയെന്നറിയോ? 40 വർഷക്കാലം അവിടുത്തെ പള്ളിയിലെ ഇമാമായിരുന്ന ഉസ്താദ് സുജൂദിൽ കിടക്കുമ്പോഴാ മരണപ്പെടുന്നത്. സുജൂദിൽ കിടക്കുമ്പോഴാ മരണപ്പെടുന്നത്. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അല്ലാഹുവേ നല്ല മരണം തരണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് എന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചത്. എന്റെ ഉമ്മ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത് ഞാനാ. ഉമ്മ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. എന്റെ ചെറുപ്പക്കാരാ, ഇതിനല്ലേടാ മരണമെന്ന് പറയുന്നത്. ചിലരൊക്കെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ നമുക്ക് വല്ലാത്ത കൊതിയാ. അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, അവരുടെ ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയാ. എങ്ങനാ ചിരിച്ചതെന്നറിയോ? അവര് മരിക്കുന്ന സമയത്ത് ചിരിച്ചത് വെറുതെയല്ല ചെറുപ്പക്കാരാ. അവര് വെറുതെ ചിരിച്ചതല്ല, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് ചിരിച്ചതാ. വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ മുന്നിലേക്ക് സ്വർഗ്ഗം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗ്ഗം കണ്ടിട്ടാണ് അവര് ചിരിച്ചത്. ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടാണ് ചിരിച്ചത്. അത് വെറുതെ കിട്ടുന്നതല്ല, അത് വെറുതെ കിട്ടുന്നതല്ല. നല്ല മരണം വേണമെന്ന് എല്ലാവർക്കും വല്ലാത്ത കൊതിയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭോഗം എന്തെന്നറിയുമോ? അതാ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ലൈവായിട്ട് കാണുപടാ. ഞാനും കാണും, നിങ്ങളും കാണും, ഓരോ മനുഷ്യനും കാണുകയാണ്. അല്ലാഹു പറഞ്ഞല്ലോ കാണുമെന്ന്. അവസാനം അവരിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മഴ പെയ്യുമ്പോ ഓടാനിരിക്കുന്നവര്, പിരിവ് ചോദിക്കുമ്പോ എഴുന്നേറ്റോടുന്നവര്, എടാ ഇന്നിവിടെ നിന്നോടാനേ പറ്റൂ. അസ്റായീൽ വന്നാൽ എവിടെ ഓടാരാ? അസ്റായീൽ വന്നാ എവിടെ ഓടുവടാ ചെറുപ്പക്കാരാ? വാപ്പാ അവിടെ കടന്നു കൊടുക്കണം, അവിടെ കടന്നു കൊടുക്കണം. മലക്ക് നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാണ്, കല്ലാ ഇദാ ബലഗതി ത്വറാ. കോഴി അറുത്തിടുമ്പോ അത് കിടന്ന് പിടയുന്നത് കണ്ടിട്ടില്ലേ പോരെ? നീ ആസ്വദിച്ച് കാണത്തില്ലേടാ? ഉദ്ഹിയത്തറക്കുമ്പോ പോത്ത് കിടന്ന് കൈകാലുകൾ ഇട്ടടിച്ച് തലയിട്ടടിച്ച് മരിക്കുന്നത് കാണുമ്പോ അത് ആസ്വദിച്ച് കാണുന്ന ചെറുപ്പക്കാരാ, പോത്തിനെന്തു ഭാഗ്യമെന്നറിയോ? കോഴിക്കടയിലെ ഇറച്ചിക്കടയിലെ കോഴി എത്ര ഭാഗ്യമുള്ളതാ. അത് മരിക്കുന്ന സമയത്ത് ചിറകിട്ടടിച്ച് കൈകാലിട്ടടിച്ച് മരിക്കുമടാ. പക്ഷേ നിനക്കതിനുള്ള യോഗമില്ലടാ, നിനക്കതിനുള്ള യോഗമില്ലടാ. ആരും മരിക്കുന്ന സമയത്ത് കൈകാലിട്ടടിക്കാറില്ല, കിടന്നു പിടയാറില്ല, നിലവിളിക്കാറില്ല. കാരണം എന്തെന്നറിയോ? 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാ. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് 2-3 നേഴ്സുമാരും ഒരു ഡോക്ടറും പിടിച്ചിട്ട് നിന്നെ പ്രസവിച്ചപ്പോ അതിന് വല്ലാത്ത വേദനയാണെന്ന് പറയുന്നെങ്കിൽ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ എന്തൊരു വേദനയാ ചെറുപ്പക്കാരാ. അത് വല്ലാത്ത വേദനയാ.
വയ്യ, പാവങ്ങൾക്ക് കൊടുക്കാൻ വയ്യ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ വയ്യ, രോഗികൾക്ക് കൊടുക്കാൻ വയ്യ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, വൃക്ക തകർന്നു പോയവർക്ക് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ 2 നില കൊട്ടാരം പണിതവനും പറയുന്നത് ഇല്ല എന്നാ. ഒരു യതീമായ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ചോദിക്കുമ്പോ അപ്പോഴും പറയുന്നത് ഇല്ല എന്നാ. മനുഷ്യ, നിനക്കെന്തേ കരുണ പറ്റിപ്പോയോ? നിന്റെ ഹൃദയം ഇത്ര കരിമ്പാറയെ പോലെ ആയിപ്പോയോ? നിന്റെ വാപ്പ മരിച്ചപ്പോ 3 കഷ്ടം വെള്ള തുണിയാ, അത് നീ വാങ്ങിക്കൊടുത്തതല്ല, അത് നീ വാങ്ങിക്കൊടുത്തതല്ല. ആരോ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം തുണിയില് നിന്റെ വാപ്പ സർവ്വതും നിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നീയും അതുപോലെ പോകാറുള്ളവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാ, എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ചെയ്തോ. എപ്പോഴാണ് മരണം നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. മനുഷ്യന്മാര് പടച്ചവര് കൊറോണ വന്നിട്ട് വീണ് മരിച്ചു പോവുകയാണ്. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് മരിച്ചു പോവുകയാ. അതുകൊണ്ടൊരു നല്ല മരണം വേണോ, ഒരു നല്ല മരണം വേണോ. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നന്മ ചെയ്തു വെച്ചാ അല്ലാഹു നിനക്കൊരു മരണം തരും ബാപ്പാ. മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവനും കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാറ്. മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം, കണ്ടോ എന്തൊരു പ്രകാശവാ, എന്തൊരു പുഞ്ചിരിയാ. അങ്ങനെ ഒരു മരണം വേണോ, അങ്ങനെ ഒരു മരണം വേണോ. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. ഇവരൊരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ. എന്റെ പ്രിയമുള്ളവര്, ആ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അതാ ദിർഹമുണ്ടല്ലോ, ഐഷാ ബീവിയുടെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പാവങ്ങൾക്ക് കൊടുക്കാൻ. തന്റെ വീട്ടിലുണ്ടായിരുന്ന അവസാനത്തെ പൈസയും എടുത്ത് സദഖ കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴാണ് സമാധാനമായത്. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാ. പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ വാപ്പാ? പണം കെട്ടിപ്പിടിച്ചിരിക്കുന്ന വാപ്പാ, അതാ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ആർക്കും കൊടുക്കാതെ പിടിച്ചു വിട്ടിരിക്കുന്ന മനുഷ്യ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കൂ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കിതിനെക്കാളും പതുക്കെ പിടിക്കാൻ അറിയില്ല നബിയേ, എനിക്കിതിനെക്കാളും പതുക്കെ പിടിക്കാൻ അറിയില്ല. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാ, കൈയും കാലും ഇങ്ങനെ അനങ്ങുകയാണ്. പ്രവാചകന്റെ അടുത്തിരിക്കുന്ന വെള്ളപാത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് വെള്ളം കോരി മുഖത്തൊടിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാ. ആരാ വെള്ളം കോരി മുഖത്തൊടിക്കുന്നത് ആരെന്നറിയോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ഈ ലോകത്തിന്റെ നേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ കഴിയാതെ പിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? സദഖ കൊടുക്കുന്നവൻ എത്ര സ്വർഗമാണ്. അല്ലാഹു പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.